അയാളുടെ ശരീരത്തിലെ കോശപരിണാമങ്ങളിലേക്ക് ഒരു കാരണം കൊണ്ടും ആതുരതയുടെ സന്നിവേശം സാഹചര്യങ്ങളിൽ നിന്നോ തൻ്റെ ബോധത്തിൽ നിന്നോ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിച്ചിട്ടുമാണ് യാദൃച്ഛിക കാമം കൊണ്ടല്ല സന്തതി ഉൽപാദനമെങ്കിൽ ഒരു രോഗിക്കും ജനിക്കുന്ന ഒരു കുഞ്ഞും ഒരു കാലത്തും രോഗിയാവില്ല. സ്തേയാദികളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഭാര്യയും ഭർത്താവും അന്യരുടെ മുമ്പിൽ വെച്ച് സ്ത്രീ പുരുഷ ഭേദത്തിൻ്റെ ലോകങ്ങളിൽ അടിയുണ്ടാക്കിയിട്ട് പരസ്പരപൂരകമല്ല പരസ്പര ശത്രുക്കളാണെന്ന് തീരുമാനിച്ചണചേരുമ്പോൾ നിങ്ങൾ കാട്ടിക്കൂട്ടിയ കർമ്മവിഭാഗങ്ങളും അവൾ കാട്ടിക്കൂട്ടിയ കർമ്മവിഭാഗങ്ങളും സംയോജിച്ച് അനന്തര ലോകത്തെ മുഴുവൻ ദുഃഖപൂരിതമാക്കുവാൻ നിങ്ങളുടെയും നിങ്ങളുടെ ഭാര്യയുടെയും മാത്രമല്ല ആ കുഞ്ഞിൻ്റെയും തനിച്ചല്ല അവനെ കാണുന്നവൻ്റെയും കേൾക്കുന്നവൻ്റെയും ലോകത്തിൻ്റെയും ഉറക്കം കെടുത്തുകയും ആഹാരത്തിൻ്റെ രുചി നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന രോഗിയെ മാനവൻ ആലോചിച്ചുറച്ച് ശാസ്ത്രീയമായി സൃഷ്ടിക്കുന്നതാണ്. ആന്തരിക തലങ്ങളെ പഠിച്ചെടുക്കുവാൻ പോലും കഴിവില്ലാത്തതുകൊണ്ട് ഇരുട്ടിൻ്റെ സന്തതികൾ പടച്ചുണ്ടാക്കിയ ശാസ്ത്രത്തെ മുഴുവൻ ഇറക്കുമതി ചെയ്ത് അതിൽ അഭിമാനിച്ച് ഒരു മജിഷ്യൻ്റെ ആലവാലങ്ങളോടുകൂടി ജനതയെ പറ്റിച്ച് ജീവിക്കുന്നവരുടെ പരമ്പരകൾ എത്ര മാരക രോഗങ്ങളിലേക്ക് എത്ര കാലങ്ങളോളം ഇനി പതിക്കുമെന്നാലോചിക്കും. നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ സ്ഥൈര്യത്തിൻ്റെ ഒരു വഴിയിലായിരുന്നു. അത് നമ്മളെ എങ്ങനെ സ്വാധീനിക്കുന്നു, നമ്മളെ പരമ്പരയെ തന്നെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളൊരു അറിവാണ്. ശരിക്കും ഏറെ അത്ഭുതപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയൊക്കെ ചെയ്ത് ഒരുപാട് വഴികളാണ് സ്വാമിജി കാണിച്ചത്. നമുക്കതുവഴി തന്നെ പോകാമോ സ്വാമി? തീർച്ചയായും. നമ്മൾ ഇന്നൊരു രോഗിയെയും കൊണ്ടൊരു ആശുപത്രി ചെല്ലുന്നു എന്ന് സങ്കല്പിക്കുക. മുമ്പ് പറഞ്ഞതുപോലെ ഒരാളെയും കൊണ്ടില്ല. കുറേ ചോദ്യങ്ങൾ ഡോക്ടർമാർ ചോദിക്കാറുണ്ട്. അച്ഛന് ഈ രോഗമുണ്ടായിരുന്നു, അമ്മയ്ക്ക് ഈ രോഗമുണ്ടായിരുന്നു, അമ്മാവന് അപ്പൂപ്പന് ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന കേട്ടിട്ടുണ്ടാവും. തീർച്ചയായും സ്വാമിജി. അവിടെ എവിടെയെങ്കിലും ഒരു രോഗസാധ്യതയുണ്ടെങ്കിൽ രോഗം പാരമ്പര്യമാണെന്ന് പറയുകയും ചെയ്യും. തീർച്ചയായും സ്വാമിജി. എങ്ങനെയാണ് ഒരു രോഗത്തിൻ്റെ തുടർച്ച പാരമ്പര്യമായി വരുന്നത്? പാരമ്പര്യ കോശങ്ങൾ ഏവയൊക്കെയാണ്? പാരമ്പര്യം എങ്ങനെയാണ് കൈമാറുന്നത്? രോഗത്തെ തന്നെയാണോ കൈമാറുന്നത്, അതല്ല രോഗകാരണത്തെയാണോ കൈമാറുന്നത്? സ്വാമിജി, ഒരു 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 ഗംഭീരം ചോദ്യമാണ് സ്വാമിജി. കാരണം ഇത് നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരവസ്ഥയാണ് സ്വാമിജി. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഡോക്ടർ പെട്ടെന്ന് പറയും ഇത് പാരമ്പര്യ രോഗമാണ്. പാരമ്പര്യ രോഗമാണെന്ന് പറഞ്ഞാൽ ചികിത്സ പോലും ഇല്ല എന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ രോഗത്തെ നമ്മൾ അങ്ങനെ ഭയപ്പെടുന്നു, പക്ഷേ രോഗകാരണത്തെ നമ്മൾ ഭയപ്പെടുകയും ആ രീതിയിൽ നമ്മൾ ചിട്ടയായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നില്ല എന്ന് പറയുന്നൊരു ഉത്തരം കൂടി അതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട് സ്വാമിജി. വളരെ കൃത്യമായുണ്ട്. തീർച്ചയായും ആ സ്വാമിജിയുടെ ചോദ്യത്തിലുണ്ട് എന്ന് ഞാൻ പറയാം. ആധുനിക വൈദ്യശാസ്ത്രജ്ഞൻ അവിടുന്ന് ഇവിടുന്നുമുള്ള അറിവ് മറ്റു വൈദ്യശാസ്ത്രങ്ങളിൽ നിന്നോ മറ്റ് ശാസ്ത്രങ്ങളിൽ നിന്നോ കിട്ടിയാൽ ഉടനെ എടുത്ത് കച്ചവട കണ്ണുകൊണ്ട് ഉപയോഗിക്കുവാൻ ഒരുങ്ങുമ്പോൾ വ്യക്തതയുള്ള ഉത്തരം ഇതിനെല്ലാം നൽകണമെന്ന് നിർബന്ധം പുലർത്തിയിട്ടില്ല. അതെ സ്വാമിജി. ഭാരതീയ വൈജ്ഞാനികർ വ്യക്തതയുള്ള ഉത്തരം പറയണമെന്ന് നിർബന്ധം പുലർത്തിയിട്ടുണ്ട്. എന്താണ് പിതൃജം, എന്താണ് മാതൃജം? പാരമ്പര്യത്തിൻ്റെ രണ്ട് ശ്രേണിയാണ് പിതൃജം, മാതൃജം. ആധുനിക വൈദ്യശാസ്ത്രം ഇനിയും അംഗീകരിച്ചിട്ടില്ലാത്ത ഒന്നാണ് ആത്മജം, ഞാൻ തന്നെ കൊണ്ടുവന്നത്. ഈ മൂന്നിൻ്റെയും സംഗമഭൂവിലാണ് ജനനം നടക്കുന്നത്. എൻ്റെ അച്ഛൻ
അയാളുടെ കോശങ്ങളിലും ഓർമ്മകളിലും മസ്തുളങ്കത്തിലും അയാളുടെ കർമ്മങ്ങളിലും വെച്ച് അനുഭവിച്ച് തീർത്ത ഒരു രോഗവും എനിക്ക് കൈമാറി കിട്ടില്ല. അപ്പോൾ സ്വാമിജി ഈ ഒരു അറിവുണ്ടല്ലോ സ്വാമിജി, നമ്മൾക്ക് മനസ്സിലാക്കുന്ന ഒരു വ്യവസ്ഥ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു അറിവ്, രോഗത്തിൻ്റെ തുടർച്ച എന്ന് പറയുന്നത് ആ രോഗം അവിടെ ബാക്കിയുണ്ടെന്നുള്ളൊരു സങ്കല്പത്തിലാണല്ലോ ഈ തുടർച്ച എന്ന ബോധം നമുക്കുണ്ടാകുന്നത്. ഒരു സ്വാമിജി അത് കംപ്ലീറ്റ് ചെയ്താൽ അതിൽ തുടർച്ച ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ഉറപ്പാണ്. അത് വല്ലാത്തൊരു അറിവാണല്ലോ സ്വാമിജി. അയാളുടെ ശരീരത്തിൽ അയാൾ അനുഭവിക്കേണ്ടത് മുഴുവൻ അനുഭവിക്കുവാൻ ആ ശരീരത്തെ അയാൾ വിടുകയും അയാളുടെ ശരീരത്തിലെ കോശപരിണാമങ്ങളിലേക്ക് ഒരു കാരണം കൊണ്ടും ആതുരതയുടെ സന്നിവേശം സാഹചര്യങ്ങളിൽ നിന്നോ തൻ്റെ ബോധത്തിൽ നിന്നോ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിച്ചിട്ടുമാണ് യാദൃച്ഛിക കാമം കൊണ്ടല്ല സന്തതി ഉൽപാദനമെങ്കിൽ ഒരു രോഗിക്കും ജനിക്കുന്ന ഒരു കുഞ്ഞും ഒരു കാലത്തും രോഗിയാവില്ല. മനസ്സിലായി. രോഗത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും എല്ലാ സാധ്യതയും എല്ലാ ആരോഗ്യവാനിലും എല്ലാ രോഗിയിലും ഒരുപോലാണ് ഇരിക്കുന്നത്. അതെ സ്വാമിജി. അറിവില്ലായ്മ കൊണ്ട് കർമ്മവൈകല്യങ്ങൾ മുഴുവൻ നിറഞ്ഞിരിക്കുമ്പോൾ കാമം കത്തിക്കാളുന്നതിൽ നിന്നാണ് അജ്ഞത കൊണ്ട് ഒരു കുഞ്ഞുണ്ടാകുന്നതെങ്കിൽ അജ്ഞതയുടെ ആവരണത്തിനുള്ളിൽ അതിലേക്ക് ആരോഗ്യവും രോഗവും സന്നിവേശിക്കാം. ആരോഗ്യമുള്ളൊരു പ്രജാതന്തുവിനെ വേണമെന്ന് നിലവിൽ ആരോഗ്യമില്ലാത്തവൻ പോലും ചിന്തിച്ചാൽ അവൻ്റെ ബുദ്ധിയും മനസ്സും ശരീരവും അതിനുള്ള മനസ്സ്, വാക്ക്, കർമ്മം എന്നിവയിൽ തപസ്സനുഷ്ഠിച്ച് മര്യാദാമസൃണമായി മാത്രമാണ് ഒരു പ്രജയെ ഉൽപ്പാദിപ്പിക്കുവാൻ ഒരുങ്ങുന്നതെങ്കിൽ ആ പ്രജ ലോകത്തിന് ഉത്തമമായ വഴി കാണിച്ചു കൊടുക്കുന്ന ഏറ്റവും ആരോഗ്യമുള്ള ശിശുവായി തീരുമെന്നുള്ളത് തർക്കമറ്റ കാര്യം. മനസ്സിലായി സ്വാമിജി. ഇവിടെയാണ് കുടുംബത്തിൻ്റെ അച്ചടക്കവും വ്യക്തിയുടെ അച്ചടക്കവും വളരെ പ്രധാനപ്പെട്ടതായി വരുന്നത്. നിങ്ങൾ ആരുമാവട്ടെ, സന്യാസിയോ മന്ത്രിയോ എഞ്ചിനീയറോ ഡോക്ടറോ ആരുമാവട്ടെ, നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലകളിൽ നിങ്ങളുടെ വൈകല്യങ്ങളുടെ സ്വാംശീകരിച്ച അംശങ്ങൾ മുഴുവൻ മസ്തുളങ്കത്തിലിരിക്കെ ആ ഭയത്തോടും ഉത്കണ്ഠയോടും ആ വെറുപ്പോടും പരസ്പര ഭിന്നതയോടും കൂടി സ്ഥേയാദികളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഭാര്യയും ഭർത്താവും അന്യരുടെ മുമ്പിൽ വെച്ച് സ്ത്രീ പുരുഷ ഭേദത്തിൻ്റെ ലോകങ്ങളിൽ അടിയുണ്ടാക്കിയിട്ട് പരസ്പരപൂരകമല്ല പരസ്പര ശത്രുക്കളാണെന്ന് തീരുമാനിച്ചണചേരുമ്പോൾ നിങ്ങൾ കാട്ടിക്കൂട്ടിയ കർമ്മവിഭാഗങ്ങളും അവൾ കാട്ടിക്കൂട്ടിയ കർമ്മവിഭാഗങ്ങളും സംയോജിച്ച് അനന്തര ലോകത്തെ മുഴുവൻ ദുഃഖപൂരിതമാക്കുവാൻ നിങ്ങളുടെയും നിങ്ങളുടെ ഭാര്യയുടെയും മാത്രമല്ല ആ കുഞ്ഞിൻ്റെയും തനിച്ചല്ല അവനെ കാണുന്നവൻ്റെയും കേൾക്കുന്നവൻ്റെയും ലോകത്തിൻ്റെയും ഉറക്കം കെടുത്തുകയും ആഹാരത്തിൻ്റെ രുചി നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന രോഗിയെ മാനവൻ ആലോചിച്ചുറച്ച് ശാസ്ത്രീയമായി സൃഷ്ടിക്കുന്നതാണ്. ഇങ്ങനെയാണെങ്കിൽ ഒരു ക്യാപ്സ്യൂൾ വഴങ്ങിക്കൊണ്ട് എന്താ കാര്യം സ്വാമിജി? ആലോചിക്കുക. ഭാരതീയ വൈജ്ഞാനികന്മാർ പോയ
ആന്തരിക തലങ്ങളെ പഠിച്ചെടുക്കുവാൻ പോലും കഴിവില്ലാത്തതുകൊണ്ട് ഇരുട്ടിൻ്റെ സന്തതികൾ പടച്ചുണ്ടാക്കിയ ശാസ്ത്രത്തെ മുഴുവൻ ഇറക്കുമതി ചെയ്ത് അതിൽ അഭിമാനിച്ച് ഒരു മജിഷ്യൻ്റെ ആലവാലങ്ങളോടുകൂടി ജനതയെ പറ്റിച്ച് ജീവിക്കുന്നവരുടെ പരമ്പരകൾ എത്ര മാരക രോഗങ്ങളിലേക്ക് എത്ര കാലങ്ങളോളം ഇനി പതിക്കുമെന്നാലോചിക്കും. മനസ്സിലായി സ്വാമിജി. ഇതൊരു വല്ലാത്ത പ്രഹേളികയാണ് സ്വാമിജി. വളരെ വളരെ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ കാണുന്ന ഒരു രോഗിയെ കൊണ്ടുപോകുന്നു, ആ രോഗിയെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു ഡോക്ടർ, രോഗിയെ സഹായിക്കുന്ന നഴ്സുമാർ, രോഗിക്ക് പരിഗണനകൾ കൊടുക്കുന്ന ആശുപത്രി, ഇതിൻ്റെയൊക്കെ അത്ഭുത പ്രപഞ്ചത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. മനസ്സിലായി? മനസ്സിലായി സ്വാമി. അവിടെ ഭൗതികമായി ഈ കാണിക്കുന്നതെല്ലാം കാണിച്ചു കൊണ്ടുപോയി അവൻ്റെ പോക്കറ്റടിക്കുമ്പോൾ, പണ്ടൊരു തമാശയിൽ ഒരുത്തൻ പറഞ്ഞ പോലെ, പറയൂ സ്വാമിജി, പല്ല് പറിക്കുന്ന ഡോക്ടർ വാവുളിക്ക് പല്ല് പറിക്കാനുള്ള ഉപകരണം വായിലേക്ക് പിടിപ്പിക്കുന്നതിന് തൊട്ടു മുമ്പ് നീ കണ്ണൊന്നടയ്ക്ക്, വേദന ഉണ്ടാവുമെന്ന് പറഞ്ഞ് നെറ്റിയിൽ പിടിച്ചിട്ട് പതുക്കെ ആ ഉപകരണം കൊണ്ട് അവൻ്റെ പോക്കറ്റൊന്ന് തുറന്ന് അകത്തു വല്ലതും ഉണ്ടോ എന്ന് നോക്കുന്നു എന്ന് പറഞ്ഞതുപോലെ പോക്കറ്റിലെ ധനത്തെ ആശ്രയിച്ച് മനസ്സിനെ മുഴുവൻ ഇങ്ങനെ കൊണ്ടുപോയിട്ട് അവൻ അനുഭവിക്കുന്ന വേദനകളും യാതനകളും ദുഃഖമായി മസ്തുളങ്കത്തിൽ സ്വീകരിച്ചിട്ട് ആ സ്വീകരിച്ച കോശങ്ങൾ പരിണമിച്ചു വരുന്നത് നാളെ ശിശുവായി ജനിച്ചാൽ ആരോഗ്യമുള്ള ഡോക്ടറുടെ വീട്ടിലാണ് അവൻ കണ്ട രോഗിയുടെ പാരമ്പര്യമുള്ള രോഗമുള്ള ശിശു ജനിക്കുന്നത് എന്ന് വരെ നിങ്ങൾക്ക് കണ്ടെത്താം. പാരമ്പര്യത്തിൻ്റെ സാധ്യത എവിടെ വരെയാണ് നീളുക? സ്തേയാദി കർമ്മങ്ങളുടെ സാധ്യത എവിടം വരെയാണ് പോവുക? ഇപ്പം മസ്തുളങ്കത്തിൻ്റെ ഈ സാധ്യത മുഴുവൻ കാണണം പാരമ്പര്യത്തെ കൂടെ ചേർത്ത് വെച്ച്. അല്ല പാരമ്പര്യം എന്ന് പറഞ്ഞാൽ രോഗമുള്ളവൻ്റെ പാരമ്പര്യമല്ല. മനസ്സിലായി സ്വാമിജി. രോഗം അവൻ അനുഭവിച്ചൊരു ഭാഗത്ത് തീർക്കുകയും അതിൽ സ്പർശമേൽക്കാതെ അവൻ്റെ ആരോഗ്യമുള്ള ടിഷ്യൂകൾ, അവൻ്റെ ആരോഗ്യമുള്ള ധാതുക്കൾ അവയുടെ ഉപാപചയ പ്രക്രിയയിൽ മെറ്റബോളിസത്തിൽ സമ്പൂർണവും സുഖാവഹവും ആരോഗ്യപ്രദവുമായൊരു ബീജത്തെ തപസ്സാണ്ട് നിലനിർത്തി അതിൽ നിന്നാണ് ഒരു സന്തതി ഉൽപാദനം നടക്കുന്നതെങ്കിൽ പാരമ്പര്യത്തിൻ്റെ രോഗം ഒന്നും അവനിലുണ്ടാവില്ല. ആരോഗ്യം പൂർണ്ണമായുള്ള ഒരുവൻ അനാരോഗ്യകരമായ ചുറ്റുപാടുകളിൽ നിന്ന് സ്വീകരിച്ച ദുഃഖങ്ങളെ കോർത്തിണക്കി ആ സാഹചര്യങ്ങളിൽ നിന്ന് ആഹരിച്ച് അത് ഭജിച്ച് അവൻ്റെ മസ്തുളങ്കം അനാരോഗ്യകരമായ ഒരു സംഭീതിയിലേക്ക് വളർന്നു നിൽക്കുകയാണ് അവനൊരു പ്രജാതന്തുവിനെ സൃഷ്ടിക്കുന്നതെങ്കിൽ ആരോഗ്യത്തിൻ്റെ പാരമ്പര്യത്തിൽ തന്നെ അനാരോഗ്യമുള്ള ശിശു ജനിക്കേണ്ടതാണ്. ശാസ്ത്രം വികസിക്കുമ്പോൾ ഇത്തരം രോഗങ്ങൾ കൂടുന്നുണ്ടോ അതോ കുറയുകയാണോ എന്ന നിരന്തരമായ ചോദ്യത്തിന് ഉത്തരമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞതല്ലേ സ്വാമിജി? തീർച്ചയായും 1900 മുതലാണ് കഷ്ടിച്ച് ഒരുമാതിരി ഭേദപ്പെട്ട സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് ലഭിച്ചത് എന്നാണ് വൈപ്പ്. 1600-കൾക്ക് ശേഷമാണ് പാശ്ചാത്യ രീതിയിൽ ലോകത്തിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ഇത്തരം രംഗങ്ങളിൽ രൂപപ്പെടുത്തിയതെന്നാണ് വൈപ്പ്. അതിനു മുമ്പൊന്നും ഭാരതീയർക്ക് വിവരമില്ലായിരുന്നു. അതുകൊണ്ട് ഇതിൻ്റെ ഒന്നും സ്ഥിതിവിവര കണക്കുകൾ നമുക്കില്ല. എവിടെയെങ്കിലും ഏതെങ്കിലും രാജാക്കന്മാർ അത്തരം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതൊന്നും വിശ്വസനീയവുമല്ല. സൂര്യൻ പ്രചണ്ഡമായി നിൽക്കുന്ന വെളിച്ചമുള്ള രാജ്യത്ത് ജനിച്ചവൻ്റെ അന്തരംഗങ്ങൾ കണ്ടെത്തിയതോ പറഞ്ഞതോ സത്യമല്ല. സത്യം പാശ്ചാത്യൻ മാത്രമേ പറയൂ.
നമ്മുടെ ബുദ്ധിജീവികളോട് നമുക്ക് യോജിക്കാം, വിരോധിക്കേണ്ട. നമുക്ക് അവരുടെ കൂടെ സഞ്ചരിക്കാം. സൂര്യൻ ഉദിക്കാത്ത സ്ഥലത്ത് എന്ന് പറഞ്ഞ് ആ അർത്ഥത്തിലാണ് സ്വാമിജി നേരത്തെ ഇരുട്ടിൻ്റെ സന്തതികൾ എന്നുള്ള പ്രയോഗിച്ചത്. തീർച്ചയായും പ്രയോഗിച്ചത്. കാരണം മനുഷ്യൻ ഹീലിയോസെൻട്രിക്കാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ നിറം വന്നത്? സൂര്യൻ കാരണമാണ്. പ്രകാശമുള്ള സ്ഥലങ്ങളിലുള്ളവന് ഈ നിറഭേദങ്ങളൊക്കെ ഉണ്ടാവും. കിണർ കുഴിക്കുന്നിടത്ത് പോയിട്ടുണ്ടോ? തീർച്ചയായും സ്വാമിജി. പ്രകാശമെത്താത്ത മണ്ണിൻ്റെ അടിയിൽ നിന്ന് ചില പൊത്തുപോലുള്ള ഭാഗങ്ങൾ വരും. വളരെ അടിയിൽ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. വളരെ അടിയിൽ, അകത്ത് കണ്ടിട്ടില്ല സ്വാമിജി. ആ മണ്ണ് മാന്തുമ്പോൾ നോക്കിയാൽ ഒരു കൊട്ട മണ്ണ് എടുത്തിടുമ്പോഴേക്കും ഒരു തവള ചാടും ചിലപ്പോൾ. ആ തവളയ്ക്ക് നല്ല വെള്ള നിറമായിരിക്കും. അത് മോളിൽ നിന്ന് ചാടി കിണറ്റിലിറങ്ങിയിരുന്നതല്ല. അതുവരെ സൂര്യപ്രകാശം കിട്ടാത്തത് കൊണ്ടാണ് അതിൻ്റെ വെള്ള നിറം. വെള്ളത്തവള എന്നാണ് പറയുക. പഴയ ആളുകൾ വെള്ളത്തവളയെ കാണുമ്പോൾ ഇനി വെള്ളമുണ്ടാവും എന്നൊക്കെ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ടാവും. കേട്ടിട്ടുണ്ട് സ്വാമിജി. മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലായി. വെള്ളയാമയെ ചിലപ്പോൾ കാണും. വെള്ളം ഒഴുകി വരുന്നതോടുകൂടി വെള്ള മത്സ്യത്തെ ചിലപ്പോൾ കാണും മണ്ണിനടിയിൽ. വല്ലാത്തൊരു പ്രതിഭാസനല്ലേ സ്വാമിജി. ഇത് ഉറവേടിയൊക്കെ കൂടെ മത്സ്യത്തിൻ്റെ മുട്ട ചിലപ്പോൾ ഒഴുകി പോകും. ഒരു തപസ്സിരി ഇത്രയും കാലം ഇത് കുഴിക്കാൻ വേണ്ടി തപസ്സിരുന്നത് പോലെ അല്ലേ? തീർച്ചയായും. കുഴിച്ച് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഈ ജീവികളെ കിട്ടും. ഇതൊക്കെ ഒരു സമയത്ത് യുക്തിവാദികൾ അന്ധവിശ്വാസമാണെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പം ഇതൊക്കെ സമ്മതിച്ചു തുടങ്ങിയിട്ടുണ്ട്. മത്സ്യമഴയൊക്കെ പെയ്യാൻ തുടങ്ങിയതോടുകൂടിയൊക്കെ പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെക്കുറിച്ച് എല്ലാം എനിക്കറിയാം എന്ന് നടിക്കുന്നവരാണ് ആധ്യാത്മികവാദികൾ. എല്ലാം എനിക്കറിയാമെന്ന് നടിക്കുന്നവരാണ് യുക്തിവാദികൾ. എല്ലാം എനിക്ക് അറിയാമെന്ന് വിചാരിക്കുന്നവരാണ് വിശ്വാസികൾ. ഇവരെല്ലാം നമ്മുടെ അറിവ് പരിമിതമാണ് എന്നൊരറിവ് നേടുക എന്ന് പറയുന്നതാണ് ദുസ്സാധ്യമായ കാര്യം. ഒരറിവ് നമ്മളിപ്പോൾ ഇരുന്ന് പറയുന്നതൊക്കെ വളരെ പരിമിതമായ, വളരെ മൂലയ്ക്കുള്ള അല്പം കാര്യം മാത്രമാണ്. ഒരു മസ്തിഷ്കത്തിൻ്റെ സാധ്യതയുടെ ഒരു ലക്ഷത്തിലോ 10 ലക്ഷത്തിലോ ഒരംശം അറിവ് വെച്ചാണ് നമ്മൾ പലപ്പോഴും കളിക്കുന്നത്. അത്രയൊന്നും വേണ്ട ഇവിടെ കഞ്ഞി കുടിക്കാനും ജീവിക്കാനും. അത് മനസ്സിലായി സ്വാമിജി. അപ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് നമ്മളൊക്കെ വളരെ കൂടുതൽ അറിഞ്ഞിരിക്കുന്നു, വളരെ അറിവുണ്ടെന്നൊക്കെയാണ് വിചാരിക്കുന്നത്. നമ്മളാകെ ഈ വിശ്വവിധാനീയതയുടെ ഒരു മൂലയ്ക്കാണ് ഇരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരു വിഷയമാണ് ചിലപ്പോൾ ഫിസിക്സ്. ലക്ഷോപലക്ഷം വിഷയങ്ങളിൽ ഒന്നാണ് ഫിസിക്സ്. അതിൻ്റെ ഭൗതിക സാമ്രാജ്യം അണ്ഡകടാഹങ്ങളോളം വികസിച്ച് നിൽക്കുമ്പോൾ ആ ഒരു വിഷയത്തിൻ്റെ ചെറിയൊരു അംശമാണ് ഒരു ഇക്വേഷനോ തിയറിയോ ആയി ഒരാൾ കണ്ടുപിടിക്കുന്നത്. അതെ സ്വാമിജി, തീർച്ചയായും. അതൊക്കെ ആകെ അറിവിൻ്റെ എത്ര പരിമാണമുണ്ടോ? ശരിയായിരിക്കും സ്വാമിജി. എല്ലാ ശാസ്ത്രകാരന്മാരെയും ആധുനികരെയും വൈദ്യവിശാരദന്മാരെയും ഒക്കെ നമുക്കങ്ങ് അംഗീകരിക്കാം. അംഗീകരിച്ചിട്ട് അവർ ഇന്ന് പോകുന്ന വഴിയിൽ, അതുകൊണ്ടാണ് ലോകത്തിൻ്റെ മറുഭാഗം ഞാൻ സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞത് അവിടെ പ്രകാശം മങ്ങിയാ ചെല്ലുന്നത്. നമ്മുടെ സന്ധ്യയാണ് അവിടെ നട്ടുച്ച. വെളിച്ചമില്ല, അതുകൊണ്ടാണ് അവർ വെളുത്തിരിക്കുന്നത്. അവരൊരു 10 തലമുറയിൽ ഇവിടെ വന്ന് താമസിക്കട്ടെ, എന്നിട്ടൊന്ന് വെളുത്ത് കാണിക്കട്ടെ. ഒരിക്കലും സംഭവിക്കില്ല സ്വാമിജി. സംഭവിക്കില്ല. അവരുടെ അതേ നിറം 10 തലമുറകൾ കഴിഞ്ഞും തുടരുന്നുവെങ്കിൽ അവിടുന്ന് കൊണ്ടിരുന്ന പശുക്കൾക്ക് 10 15 തലമുറകൾ കഴിയുമ്പോൾ ഇവിടുത്തെ നാടൻ പശുവിൻ്റെ സ്വഭാവത്തിലേക്ക് മാറുന്നില്ലെങ്കിൽ ആധുനികൻ കാണിച്ച കോലാഹലങ്ങളൊക്കെ സമ്മതിക്കാം. കേരളത്തിൽ വളരുന്ന പട്ടിയെ സിംലയിലോ ഡാർജിലിങ്ങിലോ കൊണ്ട വിട്ടിട്ട് അവൻ്റെ ദേഹത്ത് രോമമുണ്ടാകുന്നില്ലെങ്കിൽ
അവിടുത്തെ പട്ടിക്ക് രോമമുണ്ടാകുന്നത് അവിടുത്തെ വെറൈറ്റി കൊണ്ട് മാത്രമാണെന്ന് നമുക്കങ്ങ് സമ്മതിക്കാം. അപ്പോൾ സാഹചര്യങ്ങൾ ഒരു ഘടകമാണ്. ഈ സാഹചര്യ സംബന്ധികളായ അറിവുകളോട് കൂടിയാണ് മസ്തുളങ്കത്തിൻ്റെ സാധ്യത വളരുന്നത്. അതിൽ പ്രാചീന ആയുർവേദ അഭിജ്ഞന്മാർ മാനവ സാധ്യതയെ പഠിച്ചത്, മാനവൻ്റെ ഒരു വളരെ വൈപുല്യമുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത ആരോഗ്യമുള്ളവന് രോഗി ജനിക്കുമ്പോൾ, രോഗമുള്ളവനിൽ ആരോഗ്യമുള്ളവൻ ജനിക്കുമ്പോൾ, കള്ളൻ്റെ മകൻ കള്ളനല്ലാതെ ജനിക്കുമ്പോൾ, അന്ധൻ്റെ മകൻ അന്ധനല്ലാതെ ജനിക്കുമ്പോൾ, അന്ധതയില്ലാത്തവൻ്റെ മകൻ അന്ധനായി ജനിക്കുമ്പോൾ, അവൻ്റെ ആകെ സാധ്യതയിൽ നിന്ന് അവൻ തിരഞ്ഞെടുക്കുന്ന ഒരു തിരഞ്ഞെടുപ്പുണ്ട്. ഏറ്റവും ആരോഗ്യമുള്ളവനിൽ പോലും ഈ ലോകത്തിലെ മുഴുവൻ രോഗങ്ങളുടെയും സാധ്യത ഒളിഞ്ഞിരിപ്പുണ്ട്. എങ്ങനെ ഞാനും നിങ്ങളും ആ സാധ്യതയെ ലോകത്തിന് പങ്കുവച്ചു കൊടുക്കുന്നു? ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്വാമിജി. എങ്ങനെയാണ് നിങ്ങൾ ആ സാധ്യതയെ ഉണർത്തിയെടുക്കുന്നത്? വൈദ്യശാസ്ത്രങ്ങൾ അതിൽ സഹായകരമായി നിൽക്കുന്ന ഊർജതന്ത്രം, രസതന്ത്രം, ജീവശാസ്ത്രം മുതലായവ, അതിൻ്റെ സാധ്യതയെ അന്വേഷിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സ്, ജ്യോതിഷം, അതിലെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസീസ്, മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ് ആൻഡ് കർത്തോസിസ് തുടങ്ങിയ ഘടകങ്ങൾ, ഇവ പ്രാചീനനായ ഒരുവൻ അത് കണക്ക് കൂട്ടുന്നതിന് വേണ്ടി കുറെ കവടി വാരി വെച്ചെങ്കിൽ, അതിനെ ഗുണിക്കാനും കുറയ്ക്കാനും കവടി വാരി വെച്ചെങ്കിൽ, അത് ഗുണിക്കുന്നതും കുറയ്ക്കുന്നതും എങ്ങനെയാണെന്ന് പഠിക്കാൻ മാത്രമായി കവടി. പിന്നീട് ഈ കവടിക്ക് ആരെങ്കിലും പ്രാധാന്യം കൊടുത്ത് ഗുണിക്കാനോ കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും അല്ലാതെ ഈ കവടിയെ തിരുമ്മിയിട്ട് കവടിയാണിതെല്ലാം പറയുന്നതെന്ന് പറഞ്ഞുവെങ്കിൽ അത് ഉപയോഗിക്കാൻ അറിയാൻ വയ്യാത്തവൻ്റെ ഘടകമാണ്. അത് അങ്ങനെ പറയുമ്പോൾ വേറെ എനിക്ക് തോന്നുന്നത്, ഈ കമ്പ്യൂട്ടറിൽ ഇപ്പം ഈ സംഭവം വരുന്നുണ്ട്. ഈ വർക്ക് ചെയ്യുന്നത് നമ്മൾ ഈ മൗസ് ഉപയോഗിച്ചാണ്. അവസാനം ഈ മൗസ് ഇനിയുള്ള കാലം മൗസായിരിക്കും ഈ സ്ഥാനത്ത് വരുന്നത് എന്ന് തീർച്ചയായും. കാരണം കമ്പ്യൂട്ടർ വന്നതോടുകൂടി അപ്പോഴും നിങ്ങൾ കാണുന്ന ജ്യോതിഷിയോട് ചോദിക്കുക എന്ന ചാനൽ പങ്കുതി ഈ കവടിയും വെച്ചോണ്ടാണ് അവനിരിക്കുന്നത്. അതെ അതെ, അത് ശരിയാണ് സ്വാമി. ഈ കവടി അങ്ങ് എടുത്തു മാറ്റിയാൽ ഇവനിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. ഇവൻ സത്യത്തിൽ ഇന്ന് കവടി കൊണ്ടല്ല കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അവിടെ സോഫ്റ്റ്വെയർ ഓൾറെഡി ഇട്ടിരിക്കുകയാണ്. ഏറ്റവും വിചിത്രമായ സത്യം, കേരളത്തിലുടനീളം ഒരു സോഫ്റ്റ്വെയറോ മറ്റോ ആണ് ഇതിനുപയോഗിക്കുന്നത്. അതിൻ്റെ അകത്തെ കണക്കുകൂട്ടലുകൾ നിങ്ങൾ നോക്കിയാലും കാണുന്നത് തന്നെയാണ് അവനും പറഞ്ഞു തരാൻ പറ്റുന്നത്. എൻ്റെ മാത്തമാറ്റിക്സ് അതെ, ഒരൊറ്റ സോഫ്റ്റ്വെയർ ആണെങ്കിൽ പിന്നെ അതല്ലാതെ പിന്നെ എന്ത് നടക്കാനല്ല സ്വാമി. അതിനകത്ത് ഒരു ഗുണിച്ചതോ കൂട്ടിയതോ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ, ആ സോഫ്റ്റ്വെയറിൽ കൊടുത്ത സാധനത്തിനകത്തൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, ഒരു ബഗ് ഉണ്ടെങ്കിൽ, തീർച്ചയായും നിങ്ങളുടെ ഈ കണക്കുകൂട്ടലെല്ലാം തെറ്റും. ശാസ്ത്രമായാലും അത് തന്നെ തെറ്റും, ജ്യോതിഷമായാലും തെറ്റും. ബഗ് ദൈവമായിട്ട് മാറുകയാണ് അവിടെ. ഇത് വളരെ വിചിത്രമായ രംഗമാണ്. അപ്പോൾ നമ്മളുടെ പ്രശ്നം, ഒരു രോഗത്തിന് ഉള്ള സാധ്യത ആരോഗ്യമുള്ളവനിലും ആരോഗ്യമില്ലാത്തവനിലും ഒരുപോലെ കിടക്കുന്നു. ഇറ്റ് ഈസ് ടോട്ടി പൊട്ടൻറ്റ്. സമ്പൂർണ്ണ സാധ്യമാണ് ഇതിൻ്റെ സാധ്യത. ആ സമ്പൂർണ്ണ സാധ്യതയെ എടുത്ത് പഠിക്കുവാൻ ആധുനികർ തയ്യാറാകാതിരിക്കുമ്പോൾ, വളരെ പ്രാചീനമായ കാലത്ത് തന്നെ ഈ സമ്പൂർണ്ണ സാധ്യതയുടെ, അന്ധൻ്റെ മകൻ അന്ധനല്ലാതെ ജനിക്കുന്നതിൻ്റെ സാധ്യതയുടെ,
അന്ധനല്ലാത്തവന് അന്ധനായ മകനുണ്ടാകുന്ന സാധ്യതയുടെ ലോകങ്ങളിലേക്ക് പോയിട്ടാണ് മാനസികവും വാചികവും കായികവുമായ പാപങ്ങളെയും കർമ്മവിഭാഗങ്ങളെയും പഠിച്ചത്. കാലവും അർത്ഥവും കർമ്മവും മൂന്നും ഈ പാപങ്ങളിൽപ്പെട്ട് ന്യൂനമിഥ്യ അതിയോഗങ്ങളായി എങ്ങനെ സംക്രമിച്ച് തൻ്റെ അടുത്ത തലമുറകളെ രോഗിയാക്കി മാറ്റുന്നു. മസ്തുളങ്കത്തിൻ്റെ ഈ കളിയാണ് രോഗങ്ങളുടെ പ്രാഥമികമായ ഹേതുവെന്ന് പ്രാചീനർ കരുതുന്നു.